എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി ഉള്ളൊരു ചാനലാണിത്. ഇതിൽ നമ്മൾ ഇത്രയും കാലം കുറച്ച് പാട്ടുകളെക്കുറിച്ചും രാഗങ്ങളെക്കുറിച്ചും കുറച്ച് ഗസൽസൊക്കെ പാടി നമ്മൾ 100 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് മുതൽ ചെയ്യുന്നത്. ഒരു കർണാടക സംഗീത ക്ലാസ്, ഒരു റെഗുലർ ക്ലാസ് ആഴ്ചയിൽ 2 ദിവസം, എല്ലാ ഞായറാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും കുട്ടികൾക്ക് കൃത്യമായി ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിൽ, പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിൽ ആഴ്ചയിൽ 2 ക്ലാസ് വീതം ഉള്ള ഒരു റെഗുലർ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് തൊട്ട് തുടങ്ങുന്നത്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. കൃത്യമായൊരു വലിയൊരു ഫീസ് കൊടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ പഠിക്കുവാനോ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്കും ആൾക്കാർക്കും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യാം. നിങ്ങൾക്കതൊരു കൃത്യമായ ലെസണായിട്ട് പ്രാക്ടീസ് ചെയ്യാം, പഠിക്കാം. മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് ഒന്ന് നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണെന്ന്. എൻ്റെ പേര് തകഴി ബാബു എന്നാണ്. ഞാനൊരു 30 വർഷമായി അധ്യാപകനായിട്ടും കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ആളാണ്. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് കർണാടക സംഗീതമാണ്, കർണാട്ടിക് മ്യൂസിക്. നമ്മുടെ ഏറ്റവും അടിസ്ഥാന സംഗീതമായ നാടൻ സംഗീതം അല്ലെങ്കിൽ ഫോക്ക് മ്യൂസിക് കഴിഞ്ഞാൽ സംഗീതത്തിൻ്റെ 2 പിരിവുകൾ നമുക്കുള്ളത്, രണ്ട് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഒന്ന് നമ്മുടെ കർണാടക സംഗീതവും ഒന്ന് ഹിന്ദുസ്ഥാനി സംഗീതവുമാണ്. അത് നോർത്തേൺ ബേസ്ഡ് ആയിട്ടുള്ള സംഗീതമാണ് ഹിന്ദുസ്ഥാനി സംഗീതം. അപ്പോൾ നമ്മൾ പക്ഷേ ഇന്ന് ഇവിടെ എടുക്കുന്നത് കർണാടക സംഗീതം ക്ലാസ്സാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കൃത്യമായ ഒരു പാറ്റേണിൽ, കാരണം ഞാൻ സംഗീതം പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ സംഗീത കോളേജിൽ സംഗീത പഠനം പൂർത്തിയാക്കിയ ആളാണ്. മഹാനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പേരിലുള്ള കോളേജാണ് ചെമ്പൈ മെമ്മോറിയൽ സംഗീത കോളേജ് പാലക്കാട്. അവിടെയാണ് ഞാൻ എൻ്റെ സംഗീത പഠനം പൂർത്തിയാക്കിയത്. അപ്പോൾ നമ്മൾ ആ കോളേജിൽ നിന്ന് നമ്മുടെ ഗുരുക്കന്മാരും നമ്മുടെ അധ്യാപകർ നമുക്ക് പകർന്നു ആ ചിട്ടയായിട്ടുള്ളൊരു സംഗീത രീതിയുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ഇതിന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. നമ്മൾ പ്രൈവറ്റായിട്ട് വേറെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി നമുക്ക് അതിനകത്തൊരു വിദ്യാർത്ഥിക്ക്, ഒരു സംഗീത വിദ്യാർത്ഥിക്ക് ഒരു പഠനത്തിന് ആവശ്യമായ കൃത്യമായ ഒരു പാറ്റേണിലാണ് നമ്മൾ കോളേജിൽ പഠിക്കുക. അതൊരു പ്രൊഫഷണൽ നമ്മൾ ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കുമ്പോൾ അങ്ങനെയാണ് അത് പഠിക്കുക. അപ്പം അതേ മെത്തേഡിലാണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള യാതൊരു വിധമായ വ്യത്യാസങ്ങളും ഇല്ലാതെ ആ ഒരു കൃത്യമായ ഒരു പാറ്റേണിലാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നത്. അപ്പോൾ ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ എല്ലാവരും കൃത്യമായി ഒന്ന് ഫോളോ ചെയ്ത്, നിങ്ങൾ ആവശ്യമുള്ളവർ ഒരു മ്യൂസിക്കിന് വേണ്ടി ഒരു മ്യൂസിക് നോട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളത് കൃത്യമായ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പാറ്റേണായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് കർണാടക സംഗീതം, നമ്മുടെ സൗത്ത് ഇന്ത്യൻ സൈഡിലുള്ള മ്യൂസിക്, കർണാടക സംഗീതം. കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്വരങ്ങൾ 7 സ്വരങ്ങളാണ്. സപ്തസ്വരങ്ങൾ സ രി ഗ മ പ ധ നി 7 സ്വരങ്ങളാണ് കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്വരങ്ങൾ. എല്ലാ സംഗീതത്തിൻ്റെയും അങ്ങനെ തന്നെയാണ്. കർണാടക സംഗീതത്തിൽ 7 സ്വരങ്ങൾ സപ്തസ്വരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സപ്തം മീൻസ് 7, 7 സ്വരങ്ങൾ സ രി ഗ മ പ ധ നി, അതാണ് അതിൻ്റെ അടിസ്ഥാന സ്വരങ്ങൾ. ആദ്യം നമുക്ക് അതൊന്ന് പാടാം. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഇതാണ് കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്വരങ്ങളായിട്ടുള്ള
സപ്തസ്വരങ്ങൾ ആദ്യം നമ്മൾ ആരോഹണ ക്രമത്തിൽ സരിഗമപദനിസ ആരോഹണ ക്രമത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് അസെൻഡിങ് ഓർഡർ പാടും. പിന്നെ അതേ സ്വരങ്ങളെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഡിസെൻഡിങ് ഓർഡർ, അവരോഹണം, ആരോഹണവും അവരോഹണവും. ഈ കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്വരങ്ങളായ സപ്തസ്വരങ്ങൾ ആരോഹണത്തിലും അവരോഹണത്തിലുമാണ് ആദ്യം നമ്മൾ പാടി പ്രാക്ടീസ് ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ ആദ്യം പാടുന്നത്. ഇപ്പോൾ പാടിയതും അത് തന്നെയാണ്. അതൊന്നുകൂടി പാടാം. ഇങ്ങനെയാണ് നമ്മൾ ഈ കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്വരങ്ങളായ സപ്തസ്വരങ്ങൾ ആരോഹണത്തിലും അവരോഹണത്തിലും പാടുന്നത്.
അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ സ്വരങ്ങളെ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും എല്ലാ ദിവസവും ഇത് കേട്ട് 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 അത് പാടി അതിൻ്റെ ആ സ്വരസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആ ട്യൂണ് നല്ല വൃത്തിയായിട്ടൊന്ന് നിങ്ങൾ തറവാക്കി വെക്കുക. നമ്മളിനി എത്ര കാലം സംഗീതം പഠിച്ചാലും എല്ലാത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ സപ്തസ്വരങ്ങൾ. അത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നല്ലപോലെ നമ്മുടെ ഉള്ളിലാക്കുക. അവിടെ നിന്നുകൊണ്ട് വേണം നമുക്ക് അതിൻ്റെ അടുത്ത എക്സ്റ്റൻഷനിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. അപ്പോൾ കർണാടക സംഗീതത്തിൻ്റെ അടിപ്പടയായിട്ടുള്ള അടിസ്ഥാന സ്വരങ്ങൾ 7 സ്വരങ്ങൾ. അതിന് പറയുന്ന പേരാണ് സപ്തസ്വരങ്ങൾ. സ രി ഗ മ പ ധ നി. പക്ഷെ നമ്മൾ പാടുന്ന സമയത്ത് സ രി ഗ മ പ ധ നി സ ഒരു സാ കൂടി പാടും. അതിൻ്റെ കാരണം നമ്മൾ ഇത് താളമടിച്ച് പാടുമ്പോൾ ആ താളത്തിൻ്റെ കൂടെ ഒന്ന് ചേർത്തി പാടാൻ വേണ്ടിയാണ് നമ്മൾ ഈ 8 സ്വരങ്ങൾ പാടുന്നത്. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ, അല്ലെങ്കിൽ സരി ഗ മ പ ധ നി വരെയുള്ളൂ. സ നി ധ പ മ ഗ രി, ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ താളത്തിൻ്റെ കൂടെ ഒന്ന് ക്ലബ് ചെയ്യാൻ വേണ്ടിയാണ് സരിഗമ പദനിസ എന്നുള്ള 8 സ്വരമാക്കിയത്. അപ്പോൾ ശരിക്കും അത് സപ്തസ്വരങ്ങളല്ല, അതിനെ സ്വരാഷ്ടകം എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ആദ്യം നല്ലൊരു ഡയറി സംഘടിപ്പിക്കുക. എന്നിട്ട് അതിൽ കൃത്യമായി ക്ലാസ്സിൽ ഫോളോ ചെയ്യുന്നവർ, പഠിക്കാൻ താല്പര്യമുള്ളവർ നല്ല വീതി നീളമുള്ള ഡയറി വാങ്ങിച്ചിട്ട് കർണാടക സംഗീത പാഠം എന്ന് ഹെഡിങ് എഴുതിയിട്ട് സാർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതിക്കൊള്ളുക. നമ്മൾ പഠിക്കുന്ന മ്യൂസിക്കിൻ്റെ പേര് കർണാടക സംഗീതം അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്. അതിൻ്റെ അടിസ്ഥാന സ്വരങ്ങൾ ബേസിക് നോട്ട്സ് 7 സ രി ഗ മ പ ധ നി. ഈ 7 സ്വരങ്ങൾക്ക് പറയുന്ന പേരാണ് സപ്തസ്വരങ്ങൾ, 7 സ്വരങ്ങൾ. പിന്നെ ആരോഹണം സരിഗമ പദനിസ സരിഗമ പദനിസ. അടുത്തത് അവരോഹണം സനിധ പ മ ഗ രി സ എന്ന് പാടുക, എന്നെഴുതുക. എന്നിട്ട് ഈ സാറ് ഞാനീ പാടുന്നത് ഈ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എല്ലാ ദിവസവും കേൾക്കുക. നിങ്ങൾ ഈ ക്ലാസ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ, പഠിക്കാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് ആദ്യം നല്ലൊരു ഡയറി സംഘടിപ്പിക്കുക. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഇത് കേട്ട് 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 പാടുക. പാടുന്നതിൽ തെറ്റ് വരുത്തരുത്. സാറ് പാടുന്നത് തന്നെ കേട്ട് 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 നിങ്ങൾ പാടി അത് തറവാക്കുക. അതിൻ്റെ ട്യൂണും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഈ ക്ലാസ് ഫോളോ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, പഠിക്കാം. നമ്മൾ 70-76 വയസ്സുള്ളവരെ വരെ ഇപ്പോൾ നമ്മൾ സ്റ്റിൽ പഠിപ്പിക്കുന്നുണ്ട്. 4 വയസ്സ് മുതൽ 76 വയസ്സുള്ള ആൾക്കാരെ വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം റിട്ടയർമെൻറ്റ് കഴിഞ്ഞവർ, ഒരു റിലാക്സേഷന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട്. കാരണം സംഗീതം നമ്മൾ പഠിക്കുന്നത് കുട്ടികൾക്ക് ഫിസിക്കലി മെൻ്റലി മനുഷ്യർക്ക് കുട്ടികൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തരുമെന്ന് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ മ്യൂസിക് തെറാപ്പീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പം താല്പര്യമുള്ളവർ, കഴിവുള്ളവർ അത് പ്രാക്ടീസ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ പറഞ്ഞല്ലോ, പ്രധാനമായും നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ തുടങ്ങാൻ കാരണം ഇതിന് സാധിക്കാതെ സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കണമെന്ന് താല്പര്യമുണ്ട്, എന്നാൽ പഠിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയാണ്. പ്രായഭേദമന്യേ ആർക്കും ഇത് ഫോളോ ചെയ്യാം. പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ, ഇപ്പോൾ എങ്ങനെയാണ് പാടേണ്ടത്, ശ്രുതി, താളം, എന്തെങ്കിലും നിങ്ങളുടെ ഇത് സംഗീതമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. എൻ്റെ ഫ്രീക്ക് അനുസരിച്ച് ഞാൻ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്, കൂടാതെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, കുറച്ച് പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടൈമിൽ നോക്കിയിട്ട് മാക്സിമം നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മൾ മറുപടി തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം എല്ലാവർക്കും. കുറച്ച് ആൾക്കാർ കേൾക്കട്ടെ. കുറേ ഇത് സാധിക്കാത്ത കുറേ മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമ്മളാൽ കഴിയുന്ന ഒരു കാര്യം വെറുതെ ഒരു ഷെയർ കൊടുത്താൽ മതിയല്ലോ. ആരെങ്കിലും കേൾക്കുന്നവർ, കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് കേൾക്കുക, അത് ഫോളോ. കാരണം ഇത് നമ്മൾ കൃത്യമായ ഒരു ക്ലാസ് ആയിരിക്കും. നമ്മൾ പുറത്ത് നല്ല ഫീസ് വാങ്ങിച്ച് ചെയ്യുന്ന അതേ ക്ലാസ്, അതേ സെയിം നോട്ട്, സെയിം പാറ്റേൺ, അതിനാണ് നമ്മൾ ഈ ക്ലാസ് ഇവിടെ എടുക്കുന്നത്. ഒരു വ്യത്യാസവും വരില്ല. ഇതിനകത്ത് നമ്മൾ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ആഴ്ചയിൽ 2 ക്ലാസ് നിങ്ങൾക്ക് ഞാൻ തരും.
എല്ലാ സൺഡേയും എല്ലാ വ്യാഴാഴ്ചയും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. അത് നമ്മൾ രാവിലെ വീഡിയോ പോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ ദിവസം ഏതെങ്കിലും നമ്മുടെ ടൈം പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ പോസ്റ്റ് ചെയ്യും. നിങ്ങളത് നിങ്ങളുടെ സൗകര്യത്തിന് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളത് കേട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാം നല്ലൊരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. കാരണം ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇത് കാണണം കേട്ടോ. പിന്നെ ലെങ്തി വീഡിയോ, ഇത് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് സംസാരിക്കേണ്ടി വരും. പക്ഷെ അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇതിപ്പോൾ തുടക്കമായതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണം അല്ലേ. അപ്പം അതുകൊണ്ട് അല്ലാതെ വെറുതെ ഇയാൾ എന്തെങ്കിലും പറയുന്ന ആളാണോ എന്നല്ല. ഞാനൊരു 30 വർഷമായി ഈ സംഗീത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. സംഗീതം, കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. കർണാടക സംഗീതം നമ്മൾ അടിപ്പടയായി പഠിച്ചിട്ടുള്ള ആളാണ്. ഹിന്ദുസ്ഥാനി സംഗീതം നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കീബോർഡും ഹാർമോണിയം ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതിൻ്റെ ക്ലാസിക്കൽ നൊട്ടേഷൻ, പാട്ടുകളുടെയോ എക്സർസൈസിൻ്റെയോ ക്ലാസിക്കൽ നൊട്ടേഷനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ അതുകൂടെയൊക്കെ വേണം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ കൂടെ ഷെയർ ചെയ്ത് തരാം. അങ്ങനെയുള്ളവർക്ക് കൂടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോവാം. ഹാർമോണിയം പഠിക്കുന്നവരോ കീബോർഡ് പഠിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ അങ്ങനെയുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് നന്നായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെ. അതൊന്നുകൂടെ പാടാം. സപ്തസ്വരങ്ങൾ ഒന്നുകൂടെ പാടാം. പിന്നെ ഇത് നമ്മൾ ശ്രുതി എ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. 6 ഘട്ട ശ്രുതി. അത് ചെയ്യാൻ കാരണം ഫീമെയിൽ ശ്രുതി 5, 5.5 ജി ഡോട്ട്. മെയിൽ ശ്രുതി 1, 1.5, 2 മുകളിലേക്കാണ്. അപ്പം ഇത് 6 നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് 2 കൂട്ടർക്കും ഫോളോ ചെയ്താൽ പോകാൻ പറ്റുന്ന ഒരു സ്കെയിലാക്കിയിട്ടാണ് നമ്മുടെ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. എ എന്ന് പറഞ്ഞ ശ്രുതിയിലാണ്, 6 ഘട്ട ശ്രുതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇതുമായിട്ട് അറിവുള്ളവരുണ്ടെങ്കിൽ അത് വെച്ച് പ്രാക്ടീസ് ചെയ്തുകൊള്ളുക. ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. നോട്ട് വൃത്തിയാക്കി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളുടെ നാട്ടിലോ വീടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും മ്യൂസിക് ഷോപ്പ്, ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വിൽക്കുന്ന ഷോപ്പുകളുണ്ടെങ്കിൽ ഇതെല്ലാ നാട്ടിലും ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. നിങ്ങൾ ഏത് ജില്ലയിൽ എവിടെ നിന്ന് കേൾക്കുന്നവർ ആർക്കാണെങ്കിലും ഇതെല്ലാം അവൈലബിൾ ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ കർണാടക സംഗീതം അതിൻ്റെ പ്രിൻ്റഡ് നോട്ട് കിട്ടും. അതിൻ്റെ 1ാമത്തെ ബുക്ക് ബേസിക്, നമ്മൾ ബേസിക്കോട്ടാണ് എടുത്തു പോകുന്നത്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ബേസിക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പം അത് നിങ്ങൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് എഴുതാതെ ആ ബുക്ക് നോക്കി തന്നെ ഞാനീ പറയുന്ന കാര്യങ്ങൾ ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാടിപ്പോയാൽ മതി. കർണാടക സംഗീത പാഠം അതിൻ്റെ ടെക്സ്റ്റ് ഒരുപാട് ആൾക്കാർ നല്ല വലിയ ആൾക്കാർ ഇപ്പോൾ അത് ബുക്കായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം അതിൻ്റെ പാർട്ട് 1 വാങ്ങുക. എന്നിട്ട് സാറി പറയുന്ന കാര്യങ്ങളെല്ലാം അത് നിങ്ങൾ ടിക്ക് ചെയ്ത് വെച്ച് അത് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. അല്ലെങ്കിൽ ഒരു ഡയറി വെച്ച് നിങ്ങൾ ഒരു ക്ലാസ് ആയിട്ട് കൃത്യമായിട്ട് അത് ഡേറ്റ് ഇട്ട് ക്ലാസ് ഇട്ട് നിങ്ങളെ ക്ലാസ്സിൻ്റെ നമ്പർ ഇട്ട് അത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുക. പ്രാക്ടീസാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ പറയാം. ലെങ്ത് വീഡിയോ ഒക്കെ ഒരുപാട് കൂടുന്നതുകൊണ്ട് നമുക്കിന്ന് ഇത്രയും മതി. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് കർണാടക സംഗീതമാണ്. അതിൻ്റെ അടിസ്ഥാന സ്വരങ്ങൾ 7 എണ്ണം, സപ്തസ്വരങ്ങൾ, സരിഗമ പധനി, ആരോഹണം അവരോഹണം നമ്മളിപ്പോൾ പാടിയിട്ടുണ്ട്. അത് കേൾക്കുക. അത്രയും നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. നമ്മൾ ഇതിനും ഉപയോഗിക്കുന്ന ശ്രുതി എ ആണ്, 6 ഘട്ടയാണ്. ഇനി നമുക്ക് ശ്രുതിസ്വരങ്ങളാണ് ആദ്യം പറയേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം ഈ സപ്തസ്വരങ്ങളുടെ ആദ്യത്തെ സ ആദ്യത്തെ സപ്തസ്വരങ്ങളുടെ സെൻറ്ററിൽ വരുന്ന പഞ്ചമം, മുകളിലത്തെ സ പിന്നെ തിരിച്ച് ബാക്കിലേക്ക് വീണ്ടും
പഞ്ചമം പ, മിഡിലുള്ള പ, പാ. പിന്നെ ആദ്യത്തെ സ, ഷഡ്ജം, ആധാര ഷഡ്ജം, സാ. ഇതാണ് നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴും തീരുമ്പോഴും പാടേണ്ടത്. അതിപ്പോൾ നിങ്ങൾ പാടണ്ട. ആദ്യം സപ്തസ്വരങ്ങളൊന്ന് പാടി കറക്റ്റാക്കിയിട്ട് വേണം നമുക്കതിൽ നാം 3 സ്വരങ്ങൾ എടുക്കാൻ. ഓക്കെ. അപ്പോൾ എല്ലാവരും എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ക്ലാസ് ഉണ്ടാവുക. ക്ലാസ് നല്ലപോലെ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചുകൊള്ളുക. എല്ലാവർക്കും പാടാൻ സാധിക്കും. എല്ലാവർക്കും പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.